Namaste. Yes. Namaste. I am Unnikrishnan, Academic Council, Regional Office, Kochi. Okay. Today we will be, taking BPAG 174, Sustainable Development. Okay. Unit 4, നാലാമത്തെയാണ് BPAG 174, Sustainable Development. Okay. And നമ്മൾ അന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും കവർ ചെയ്തു. അപ്പൊ ഇന്ന് 4ഉം 5ഉം ആയിരിക്കും. അപ്പൊ 2 യൂണിറ്റ് ആണ് ഇന്ന് കവർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. നൗ ഇതിലെ യൂണിറ്റ് 4ലെ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്, ബുക്കാണ്. സബ്ജക്റ്റ് ഇതൊക്കെ വളരെ ടോപ്പിക് വളരെ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതായത് വളരെ കാഷ്വൽ ആയിട്ട് പാടില്ല. കാരണം ഇതിൽ വളരെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇഷ്യൂസ് ആർ ഇൻവോൾവ് ആക്ച്വലി. അതുകൊണ്ട് ശ്രദ്ധാപൂർവം നമ്മൾ ഇത് വായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സമയത്തുണ്ടല്ലോ പ്രോപ്പറായി എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, അതേമാതിരി പരീക്ഷയ്ക്ക്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ്. അതാണ് ഞാൻ എഗെയിൻ പറയുന്നത്. അപ്പോൾ നേരെ മറിച്ച് ചില സമയത്ത് മറ്റുള്ള ഇതിലൊക്കെ യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ ആരും കുറ്റം പറയല്ല. ചിലപ്പോൾ അവർക്ക് ഇത്ര എല്ലാം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവർ ബുക്ക് പബ്ലിഷ് ചെയ്യാനൊക്കെ കണ്ടമാനം പൈസയുടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇതല്ല, ലേറ്റസ്റ്റ് ആണ് ഓരോന്നും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലും ലോകത്തിലും അതേമാതിരി നമ്മുടെ അനവധി സ്കീംസ് ഉണ്ട്, announced by the Prime Minister of India as well as state governments and many other ഏജൻസീസ്. അപ്പൊ അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ, സുസ്ഥിര വികസനം. അതില് നമ്മൾ ഈ പല രാഷ്ട്രീയമായിട്ടും പലരും ഈ നമ്മൾ പ്രോമിസസ് ചെയ്താൽ പോരാ, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും കൂടി വേണം. അതാണ് എന്നാലാണ് നമ്മുടെ ജനങ്ങൾക്ക് അത് നല്ലതായിട്ട് വരും. കാരണം ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആർ ഫേസ്ഡ് ബൈ our farmers and so many other people below poverty, those who are ജനങ്ങൾക്കൊക്കെ ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പല സ്കീംസ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. അപ്പൊ ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻ മില്ലിനിയം ഡെവലപ്മെന്റ് ഗോൾസ്, MDG, പ്രത്യേകം ശ്രദ്ധിക്കുക. MDG പറഞ്ഞ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആർ 8 ഗോൾ ഉണ്ട്. അത് പറയാം. ഇതിന് ശേഷം പറയാം. UN മെമ്പർ, യുണൈറ്റഡ് നേഷൻസ് മെമ്പർ സ്റ്റേറ്റ്, അതിൽ നമ്മുടെ 192 രാജ്യങ്ങൾ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. UNOന്റെ ഓരോ റെസൊല്യൂഷൻ. അവർ നല്ല കാര്യങ്ങളെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ UNOന്റെ എല്ലാം അവരുടെ ഓരോരോ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ സ്വീകരിച്ചേ പറ്റൂ. കാരണം എന്താ അറിയോ, ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നിലനിൽക്കുന്നത്. ചെയ്യണം അവർ പറയാതിരിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെ കുഴപ്പം? അതേമാതിരി കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം 14 വയസ്സ് വരെ. ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ നഷ്ടം? നമ്മുടെ കുട്ടികൾക്കല്ലേ. അതേമാതിരി ന്യൂട്രീഷനുള്ള ഫുഡ് കൊടുക്കണം പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻഫന്റ് ഡെത്ത് ഉണ്ടാവും പറഞ്ഞു. നമ്മളത് അനുസരിച്ച് കഴിഞ്ഞാൽ എന്താ സ്ഥിതി? നമ്മുടെ കുട്ടികൾ മരിച്ചു പോകും. അങ്ങനെ അപ്പൊ ഇതൊരു ഗൈഡ് ലൈൻസ് ആണ്. അല്ലാണ്ട് അവരെന്ത് ഡിസിഷൻ എടുത്താലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നിയമമൊന്നുമില്ല, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യും. കാരണം അത് നമ്മുടെ മെമ്പർ കൺട്രീസ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ മാത്രമല്ല, UN നമ്മളൊക്കെ അതിൽ അസോസിയേറ്റഡ് ആണ്, എല്ലാ കൺട്രീസും. സോ ഇതിൽ 8 ഗോൾസ് ഉണ്ട്. അതേമാതിരി അവരുടെ 2015 അച്ചീവ് ചെയ്യണം എന്നൊക്കെയാണ് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ UN മില്ലേനിയം ഡിക്ലറേഷൻ വാസ് സൈൻഡ് ഓൺ ഒക്ടോബർ 2000 ഇത് ഗോള് സൈൻ ചെയ്ത 8 ഗോള്. അത് പറയാതെ കഴിഞ്ഞാൽ കേട്ടോ. അതിലെന്താണ്? ഇൻ വിച്ച് വേൾഡ് ലീഡേഴ്സ് കമ്മിറ്റഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് പോവർട്ടി. നമ്മുടെ ദാരിദ്ര്യം നിറഞ്ഞ അനവധി രാജ്യങ്ങളുണ്ട്, മറക്കരുത്. സോമാലിയ, നമ്മുടെ ആഫ്രിക്കൻ കൺട്രീസ്, മറ്റേ ഒരു സോമനി യൂറോപ്പിലും ഉണ്ട് ചില കൺട്രീസ്. അതേമാതിരി പല കൺട്രീസിലും. എന്താ ഇന്ത്യയിലും കമ്മിയുണ്ടോ? ഇന്ത്യയിലില്ലേ പോവർട്ടി? പിന്നെ ബംഗ്ലാദേശിലില്ലേ? എല്ലായിടത്തും. പാകിസ്ഥാനിലെ, അഫ്ഗാനിസ്ഥാനിലെ, ശ്രീലങ്കയിലില്ലേ? എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഹങ്കർ, ഡിസീസ്, അസുഖങ്ങള്, ഇല്ലിറ്ററസി മറക്കരുത്. ഇല്ലിറ്ററസി നമ്മുടെ
എത്രയോ വികസിച്ചാലും ശരി, നമ്മുടെ അവിടെയും ഇല്ലിറ്ററേറ്റ് ആയിട്ട് ആളുകളുണ്ട്, മറക്കരുത്. അപ്പോ എൻവയറോൺമെന്റൽ ഡീഗ്രേഡേഷൻ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ എൻവയോൺമെന്റ്, കാലാവസ്ഥാ വ്യതിയാനം അതിഭയങ്കരമായിട്ടാണ് വരുന്നത്. ആൻഡ് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഡൽഹിയില് പടക്കം പൊട്ടിച്ചിട്ടും അതേമാതിരി ദീപാവലിക്ക് പടക്കം പൊട്ടി എല്ലാ എയർ പൊല്യൂഷൻ കംപ്ലീറ്റ് ശ്വസിച്ചാൽ അസുഖങ്ങള്. അതേമാതിരി അത് പിന്നെ അപ്പുറത്ത് ഗോതമ്പ് വയലുകളെല്ലാം കത്തിച്ച് അതിന്റെ പുക മുഴുവൻ ഡൽഹിക്ക് വരിക. വളരെയധികം പോപ്പുലേഷനുള്ള ഒരു സിറ്റിയാണ് ഡൽഹി. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. ചിൽഡ്രൻ, പറയുന്നത് ലേഡീസ്, ഓൾഡ് പേഴ്സൺസ്, അവരൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ, ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് വുമൺ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേറൊന്നും സ്ത്രീകൾക്കുള്ള ഇത് മറ്റേ ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് വുമൺ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീകൾക്കുള്ള ചില പണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് നീ എന്തിനാ സ്കൂളിൽ പോണേ, കുറെ കഴിഞ്ഞ് കല്യാണം കഴിച്ചു കൊടുക്കണ്ടല്ലേ, വിദ്യാഭ്യാസം അത്ര വേണ്ട, എന്തിനാ കാശിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടായിരുന്നു അല്ലേ. ഇന്നെന്നാ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഉദാഹരണം, ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിക്കറ്റ് ആലോചിച്ചോക്കളെ, എത്രയാണ് ഡിസ്ക്രിമിനേഷൻ ഫോർ എഗൻസ്റ്റ് വുമൺ പറയാൻ. ഇന്നാണ് നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർമാർക്ക് ആണുങ്ങൾക്ക് എന്ത് ഫീസ് കൊടുക്കുന്നുണ്ടോ, ഇയർലി വാട്ട് എവർ റെമ്യൂണറേഷൻ ദേ ആർ ഗെറ്റിംഗ്, ഓണറേറിയം വാട്ട് എവർ ദേ ആർ ഗെറ്റിംഗ്, ഈ ഈക്വലന്റ് ആയിട്ട് സ്ത്രീകൾക്കും കൊടുക്കുമെന്ന് ഇന്നൊരു 12 മണിക്കുള്ള ന്യൂസിലാണ്. അപ്പൊ നോക്കൂ, എല്ലായിടത്തും ഡിസ്ക്രിമിനേഷൻ പലയിടത്തും ഉണ്ട്, മനസ്സിലായില്ലേ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ, നമ്മുടെ കോർപ്പറേറ്റ് നോക്കിക്കോളൂ. കോർപ്പറേറ്റ് മിഡിൽ മാനേജേഴ്സ് ആൻഡ് എബവ് എത്ര പേരുണ്ട്? വളരെ കമ്മിയാണ്. വുമൺ റെപ്രസെന്റേഷൻ വെരി ലെസ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ചോളൂ കേട്ടോ. ചിലപ്പോ ഞാൻ തെറ്റായിരിക്കും, പക്ഷെ നിങ്ങൾ ആലോചിച്ചോളൂ ഞാൻ പറയുന്നത്. യു ഹാവ് ടു അപ്ലൈ യുവർ മൈൻഡ്. ഏകദേശം 300-310 പബ്ലിക് സെക്ടറിന്റെ ഇടയ്ക്ക് മീതിയുണ്ട്. പബ്ലിക് സെക്ടറിന്റെ ഇടയ്ക്ക് എത്ര ആള് ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട് വുമൺ? വളരെ കമ്മി. ബാങ്ക്, എത്രയോ ബാങ്ക്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ ഇതെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് പല പല കോർപ്പറേറ്റില് നോക്കോളൂ, വളരെ കമ്മിയാണ് നമ്മുടെ മിഡിൽ ലെവൽ ആൻഡ് എബവ്. അപ്പൊ അത് പാടില്ല എന്നാണ് പറയുന്നത്, ഡിസ്ക്രിമിനേഷൻ. സോ ഇത് എല്ലായിടത്തും ലോകത്തിലാകമാനം, ഇവിടുത്തെ മാത്രമല്ല, മനസ്സിലായില്ലേ. സോ MDG, ഇനി ഞാൻ MDG പറയും, മില്ലനിയം ഡെവലപ്മെന്റ് ഗോൾസ്, MDG എന്ന് പറയൂ, have been considered as a historic landmark in global mobilization of resources toward the betterment of the society. ഇതെല്ലാം UNO ഗൈഡ്ലൈൻസ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. The goals and targets were, ഇത് ടൈം ബൗണ്ട് ആയിരിക്കണം, അതായത് സമയോചിതമായി ഇത് അല്ലാണ്ട് അതിങ്ങനെ പെൻഡിങ് വെക്കാൻ പറ്റില്ല. ഓരോ കാര്യങ്ങള് അത് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം, അതല്ലേ. നമ്മൾ പ്ലാൻ ചെയ്ത് 50 കൊല്ലം മുമ്പേ പ്ലാൻ ചെയ്യും, ഇപ്പോഴും എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോ ഓരോരോ കാര്യങ്ങൾ അതാത് സമയം, ഇപ്പൊ കോവിഡിന്റെ മരുന്ന് നിങ്ങൾ അതായത് കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര ആൾ മരിച്ചുകൊണ്ടേയിരിക്കില്ലേ, ഇല്ലേ? അങ്ങനെ ഓരോരോ അസുഖങ്ങളായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ, ടൈം ബൗണ്ട് ഡിസിഷൻ ഈസ് വെരി വെരി നെസസറി ഇൻ വൈറ്റൽ ആസ്പെക്ട്സ്. യെസ്, എ ഗ്ലോബൽ റിപ്പോർട്ട് കാർഡ് ഫോർ ദ ഫൈറ്റ് അഗൈൻസ്റ്റ് വാരിഡ്, അനവധി പ്രശ്നങ്ങൾ, ഓരോരോ രാജ്യത്ത് ഓരോ പ്രശ്നമാണ്. നോക്കിക്കോളൂ, ഇന്ത്യയിലെ പോവർട്ടി ഉണ്ട്, കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട് ഇന്ത്യയിലെ. അഗ്രികൾച്ചർ അങ്ങനെ ഏകദേശം 67% അഗ്രികൾച്ചറിൽ ബേസ്ഡ് ആണ് നമ്മുടെ പോപ്പുലേഷൻ. ഓരോരോ രാജ്യങ്ങൾ ഓരോരോ വിധത്തിലാണ്. നോക്കുള്ളൂ, അഫ്ഗാനിസ്ഥാനിലെ വളരെ പൂറായിട്ടുള്ള, അവിടുത്തെ എന്നും കലാപങ്ങളും പ്രശ്നങ്ങളും, കുട്ടികൾക്ക് ഗേൾസിന് കോളേജിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ഫ്രീഡം ഇല്ല. അപ്പൊ ഓരോരോ രാജ്യത്തും, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് പാകിസ്ഥാൻ, ഇറ്റ് ഈസ് ആർമി കൺട്രോൾഡ് ആൻഡ് മെനി ഡെമോക്രസി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഡെമോക്രസി ഉണ്ട്, അതല്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിലത്തെ മാതിരി ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ശ്രീലങ്ക എന്താ നടന്നത്, ഒരു 3 മാസം മുമ്പ് എന്താ നടന്നത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതൊക്കെയാണ് ഓരോരോ രാജ്യങ്ങളുടെയും പ്രശ്നം. ഇപ്പൊ നോക്കൂ, ബ്രിട്ടനിൽ നോക്കൂ, 3 മാസത്തിനുള്ളിൽ 3 പ്രധാനമന്ത്രി. നോക്കിയോ, 3 മാസത്തിനുള്ളിൽ 3 പ്രധാന. എന്താ കാരണം? അപ്പൊ അവിടെ അവരുടേതായ ഇഷ്യൂ. യുക്രൈൻ നോക്കിയോളൂ, അവർക്ക് അവരുടേതായ ഇഷ്യൂ. റഷ്യ അവരുടേതായ ഇഷ്യൂ. പാലസ്തീൻ അവരുടെ ഇഷ്യൂ. ഇസ്രായേൽ അവരുടെ ഇഷ്യൂ. ഇറാഖ് അവരുടെ. ഇറാനില് അവരുടെ. നോക്കിയോ, അപ്പൊ ഇഷ്യൂസ്, പ്രോബ്ലംസ് വളരെ എല്ലാ രാജ്യങ്ങൾക്കും, ആർക്കും പ്രോബ്ലം. അമേരിക്കയില്ലേ പ്രശ്നം? അമേരിക്കയും റിച്ചസ്റ്റ് കൺട്രി ആയിട്ട് എന്താ കാര്യം? അവിടെ വേണ്ടത്ര പ്രശ്നങ്ങളുണ്ട്. അവിടെയും ഇവർ പോവർട്ടി ഉണ്ട്.
അവിടെയും പൂറുള്ള ആളുകളുണ്ട്. അങ്ങനെ വിചാരിക്കരുത് റിച്ചസ്റ്റ് ആണെന്ന് എല്ലാവരും. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അവിടെയുണ്ട് പവർ ഇതുണ്ട്, പോവർട്ടി ഉണ്ട് ചില ഏരിയയില്. നോട്ട് ഇൻ ദ സിറ്റി, ഫാർ അവേ. 50 സ്റ്റേറ്റ് ആണ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. മനസ്സിലായില്ലേ? 50 സ്റ്റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും റിച്ച് ഒന്നല്ലല്ലോ. ഓക്കെ, സോ അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ്, അതാണ് SDG. മറ്റേത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ. സോ ബി അച്ചീവ്ഡ് ത്രൂ ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, സോ ദാറ്റ് 3 കോമ്പോണന്റ് എക്കണോമിക്, അതായത് നമ്മള് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് SDG സസ്റ്റൈനബിൾ സുസ്ഥിര വികസനത്തിന് എക്കണോമി നന്നായിരിക്കണം, സോഷ്യൽ അതായിട്ട് നന്നായിരിക്കണം, എൻവയറോൺമെന്റും ശരിയാവണം. മനസ്സിലായോ? അതായത് പൈസയില്ല, ചെലവഴിക്കാനൊന്നും പൈസയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന ഇപ്പൊ നമ്മള് ഒരു ചെറിയൊരു കാര്യം പറയാം. എക്കണോമിക് നമ്മുടെ രാജ്യത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ആൾറെഡി, എക്കണോമിക് വളരെ പൂർ കണ്ടീഷൻ ആയിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പേ VP സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തോ എന്താ തോന്നുന്നുണ്ട്, ആ സമയത്ത് ഈവൻ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് വളരെ 1-2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ നിന്നാണ് ഈ ലെവലിൽ എത്തിയത്. അപ്പോ എന്താണ് പറയുന്നുണ്ടെന്ന് വെച്ചാൽ എക്കണോമിക് വളരെ സ്ട്രോങ് ആവണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമ്മുടെ എക്കണോമി വളരെ സ്റ്റേബിൾ ആണ്. ഇന്ത്യ 4ാമത്തെ എന്തുകൊണ്ട് സംതിങ് ആണ്. വി ആർ കോമ്പീറ്റിംഗ് വിത്ത് അതർ very developed countries in the world. So we have got sound Reserve Bank of India policy, banking sector, strong leadership, everything is there. അതിന്റെ with the result of it, പിന്നെ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡെമോക്രസി, നമ്മുടെ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അതാത് സ്ഥാനത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില ഗുണങ്ങളും മറ്റുള്ള സ്ഥലത്ത് കാണാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകതയാണ് ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, സോ സിസ്റ്റം ഡെവലപ്മെന്റ് ഗ്രൂപ്പ് മസ്റ്റ് ബി അച്ചീവ്ഡ് ത്രൂ ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ, സോ ദാറ്റ് 3 ഞാൻ പറഞ്ഞ എക്കണോമി, പിന്നെ സോഷ്യൽ ടുഗദർനെസ്. എന്താ സോഷ്യല്? എല്ലാവരും ഒന്ന്, എല്ലാവരായിട്ടുള്ള മിങ്ങുതും. ഇന്ത്യ ഈസ് വൺ, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ. 28 സ്റ്റേറ്റും 9 യൂണിയൻ ടെറിട്ടറി എന്തുണ്ടെങ്കിലും ശരി, ആൾവേസ് വൺ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? അപ്പോ അതുകൊണ്ട് സോഷ്യലായിട്ട് നമ്മള് എല്ലാ കൾച്ചറും, എല്ലാ മതവും, എല്ലാ കാസ്റ്റും നമ്മള് ഈക്വലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആരോടും നമ്മള് ആണായാലും ശരി പെണ്ണായാലും ശരി, എല്ലാം ഈ ഭൂമിയിൽ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുക. അതേമാതിരി നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ, മറ്റുള്ളവരും സന്തോഷിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ വേദനയില് നമ്മൾ സന്തോഷിക്കരുത്. അപ്പൊ അതേമാതിരി മറ്റുള്ള രാജ്യങ്ങൾ പ്രശ്നം വരുമ്പോൾ ഇന്ത്യ ഈസ് ആൾസോ റെൻഡറിങ് ഹെൽപ്പ്. അപ്പൊ ശ്രീലങ്കയില് മോഡിജി എത്രയോ ഹെൽപ്പ് ചെയ്തു. നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് എന്തെല്ലാം, അങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് നമ്മുടെ നേച്ചറൽ കലാമിറ്റി വരുമ്പോൾ എന്തെല്ലാം ഫോറിൻ കൺട്രീസ് ആണ് നമ്മുടെ നമുക്ക് ഇത് കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണോ? അങ്ങനെ എന്നാലല്ലേ നിലനിൽക്കും ഓരോ രാജ്യങ്ങള്. മനസ്സിലായില്ലേ? എല്ലാവർക്കും അവര് ഇതിന് ഇപ്പൊ യുക്രൈനിൽ നോക്കൂ, യുക്രൈനില് മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കണ്ടേ? അവര് പെട്രോളിയം പ്രൊഡക്റ്റ് ആയിട്ട് എല്ലാം നശിച്ച് തരിപ്പണമായി. അവർക്ക് രണ്ടാമത് റീബിൽഡ് ചെയ്യണം വെച്ചാൽ ദൈവം കനിയണം. എന്ന് വെച്ചാൽ അത്ര പൈസ വേണം. എല്ലാം ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം തകർന്ന് തരിപ്പണായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ എല്ലാം പൈസ വേണം. അപ്പോ എക്കണോമി, പിന്നെ എൻവയോൺമെന്റ് പിന്നെ എത്രയോ പ്രാവശ്യം പറയണം. എൻവയോൺമെന്റില് ഈ വരുന്ന തലമുറ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ആണ്. കാരണം വിചാരിച്ച മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ച് അതിഭയങ്കരമായിട്ടാണ് ത്രൂ ഔട്ട് ദ വേൾഡ്. മഴ പെയ്യില്ലാത്ത സമയത്ത് മഴ പെയ്യുന്നു. അതായത് ഡ്രോട്ട് ഇല്ലാത്ത സമയത്ത് ഡ്രോട്ട് ഉണ്ടാവണം, കാറ്റില്ലാത്ത സമയത്ത് കാറ്റുണ്ടാവണം. അതേമാതിരി സുനാമി പെട്ടെന്ന് ആണ് സുനാമി ഇത് ചെയ്യുന്നത്. ആളുകൾ നശിക്കുന്നു, കോസ്റ്റൽ ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങുന്നു, വീടുകൾ പോകുന്നു, വില്ലേജ് കടലെടുക്കുന്നു. മനസ്സിലായില്ലേ? അതേമാതിരി സ്നോ സ്ലൈഡ്സ് കണ്ടില്ലേ? റീസെന്റ് ആയിട്ട് ഉത്തരാഖണ്ഡ് മറ്റേത് കണ്ടില്ലേ? ഇനി എന്തിനാ എത്ര എക്സാമ്പിൾ വേണം? ഇത് നമുക്ക് പാടാണ്, പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല. അതാണ് ഏറ്റവും രസകരമായ സംഭവം. ഈ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താണ്? വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യണം. പൊല്യൂഷൻ പാടില്ല. ഇത്രയധികം റിഫൈനറീസും അതെന്തൊക്കെ ഇങ്ങനെ പൊല്യൂട്ടഡ് ഇത് മേപ്പിട്ട് പോയിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷം ചൂട്, അതേമാതിരി ഐസൊക്കെ മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ സമുദ്രജലം മേപ്പെട്ടാണ് വരുന്നത്. സമുദ്രജലം മേപ്പെട്ട് വന്നാൽ ലോ ലൈയിങ് ഏരിയാസ് എല്ലാം വെള്ളത്തിലാവും. അതായത് 10-25 കൊല്ലം കഴിഞ്ഞാൽ പല പാർട്ട് ഓഫ് ദ നമ്മുടെ ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയാസ് വെള്ളത്തിന്റെ അടിയിലാവും.
കാരണം സീ ലെവൽ കൂടി വരികയാണ്, കാരണം ഇത് മെൽറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ. പിന്നെ അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാലോ, നോർത്തില് ചില നദികള് സത്ലജ്, യമുന, സത്ലജ്, രവി, ബ്യാസ്, ചെനാബ്, ഇതൊക്കെ മഴക്കാലത്തും വേനൽക്കാലത്തും വെള്ളമുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ട് അവിടെ. മഴക്കാലത്തും ഉണ്ട്, വേനൽക്കാലത്തും ഉണ്ട്. വേനൽക്കാലത്ത് എങ്ങനെ? മഴക്കാലത്ത് മഴ പെയ്തിട്ട് വേനൽക്കാലത്ത് മഞ്ഞ് ഉരുകിയിട്ട് എന്നും വെള്ളമാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രകൃതിയുടെ വികൃതി. അപ്പൊ ശ്രദ്ധിക്കുക, കോമ്പോണൻസ് എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെന്റ് ആൻഡ് സൈമൾട്ടേനിയസ്ലി ദേ ആർ നെക്സ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ 8 ഗോള്, അതായത് മില്ലേനിയം ഡെവലപ്പ് MDG 8 ഗോള് എന്തൊക്കെയാണ്? ദി ഗ്ലോബൽ ഡെവലപ്മെന്റ് അജണ്ട ഡിഫൈൻഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ 8 മില്ലേനിയം ഡെവലപ്മെന്റ്. ഇനി MDG പറഞ്ഞ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളാണ്, 8 എണ്ണാണ് അത്. വിച്ച് ആർ, എന്താണ് അവരുടെ ഗോള്? യുണൈറ്റഡ് നേഷൻസിന്റെ ഗോൾ എന്താണ്? 1, ഇറാഡിക്കേറ്റ് പോവർട്ടി ആൻഡ് ഹങ്കർ. അതായത് ഭൂമിയിൽ നിന്ന് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നോക്കൂ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അതിനുശേഷം, ഇപ്പോൾ എസ്പെഷ്യലി ഇന്ദിരാഗാന്ധി വന്നതിന് ശേഷം ഗരീബി ഹട്ടാവോ എന്തതിനർത്ഥം? ഇറാഡിക്കേറ്റ് പോവർട്ടി ആണ് അതിനർത്ഥം. ഹങ്കർ. കുറെ നമ്മുടെ ഇന്ത്യ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ വളരെ ഹെൽപ്പോടുകൂടി ജനങ്ങളുടെ ജീവിത രീതി, സ്റ്റൈൽ, ലിവിങ് ഇതുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇത് ലോകത്തിലാണ് പറയുന്നത്, ഇറാഡിക്കേറ്റ് പോവർട്ടി, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇതാ ഇന്ത്യയിലെ അതായത് നമ്മൾ എന്താണ് അറിയോ, കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. ചിലയിടത്ത് സാധ്യമല്ല. അപ്പൊ നിങ്ങൾ എടുത്തോളൂ, ആഫ്രിക്കൻ കൺട്രീസ്, കോങ്കോ, ലിബിയ, അതേമാതിരി എത്യോപ്യ, അതേമാതിരി ചില പല കൺട്രീസിലും പിന്നെ കുട്ടികൾക്ക് ഇറാഖ് ആയിക്കോട്ടെ, വേറെ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല, എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അപ്പോ പക്ഷെ ഇന്ത്യയിൽ ഭരണഘടനയിലെ 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്തോളണം. റൈറ്റ് ആണത്. എല്ലാ സ്റ്റുഡന്റ്, ഇന്ത്യയിലത്തെ എല്ലാ കുട്ടികളുടെയും 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുത്തു. 10 പൈസ ചാർജ് ചെയ്യരുത്. കാര്യം മനസ്സിലാവും. നിങ്ങൾ പ്രൈവറ്റിൽ പോയി ജോയിൻ ചെയ്ത് അത് വേറെ കാര്യം. ഞാൻ ഗവൺമെന്റ് സ്കൂളത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രൈവറ്റ് സ്കൂൾ പറഞ്ഞത് പ്രൈവറ്റ് കൊണ്ടല്ലേ. ഓക്കെ, നൗ അടുത്ത് പ്രൊമോട്ട് ജെൻഡർ ഈക്വിറ്റി പറയണ്ടല്ലോ, എംപവർ വുമൺ പറയണ്ടല്ലോ. ഒരു കാര്യം, സ്ത്രീകൾക്ക് അവർക്ക് അധികാരങ്ങൾ കൊടുക്കുക. അവര് നമ്മൾ രണ്ടായി കാണും. അതേമാതിരി വേജസ് നമ്മൾ ചെയ്ത കൂലിക്ക് സ്ത്രീകൾക്കൊരു വേജ്, പുരുഷന് വേറെ. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പാടില്ല. ഈക്വൽ റെമ്യൂണറേഷൻ ഫോർ ഈക്വൽ ജോബ്. പുരുഷൻ ചെയ്യുന്ന ജോബും സ്ത്രീകൾ, ഇപ്പൊ IT-ല് പുരുഷൻ ചെയ്യുന്ന ജോബല്ലേ സ്ത്രീകളും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ അഗ്രികൾച്ചറും മറ്റേതൊക്കെ സ്ഥലത്ത് പുരുഷന്മാർക്കൊരു കൂലി, സ്ത്രീകൾക്ക് അത് പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ടു റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, കുട്ടികളുടെ മരണം. അതായത് പ്രസവശിക്ഷ, വ്രതരക്ഷ കിട്ടാതെ കുട്ടികൾ അനവധി മരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? ജാർഖണ്ഡ്, ബീഹാർ, മറ്റുള്ള പല, ഈ ഓരോന്നോരോന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. അതായത് ജനനത്തിലെ കുട്ടികൾ പല വൈകല്യങ്ങളും ചില സമയത്ത് അവർക്ക് ഭക്ഷണം ഇത് യഥാർത്ഥത്തിൽ കിട്ടാത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ചൈൽഡ് ഡെത്ത്, ഇൻഫന്റ് ഡെത്ത് ഉണ്ടാവാറുണ്ട് ഈ കുട്ടികളുടെ. പിന്നെ ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, അതായത് ഗർഭം ധരിക്കണ സമയത്ത് അവരുടെ സ്ത്രീകൾക്കായിക്കോട്ടെ, അവർക്ക് പ്രസവരക്ഷ, അവരുടെ നല്ല ആരോഗ്യം, നല്ല ഭക്ഷണം, കഴിയണത് നല്ല ഭക്ഷണം, പട്ടിണി കിടക്കാതെ, അതൊക്കെ അവരുടെ ഹെൽത്തിന് മെയിൻ. ഹെൽത്ത് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ജനിക്കുന്ന കുട്ടിക്കും ഹെൽത്തില്ലാണ്ട് വൈകല്യങ്ങളായിട്ട് ചിലപ്പോൾ പാരലൈസ് ചെയ്തിട്ടോ വേറെ എന്തെങ്കിലും പോളിയോ ആയിട്ടോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇത്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ഗവൺമെന്റ് പല 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 സ്കീമും ഉണ്ട്. അതെല്ലാം അവൈൽ ചെയ്യുക. സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റർ പലത്. പിന്നെ അടുത്തത് നമ്മുടെ HIV AIDS. ശ്രദ്ധിക്കണേ, ഇതാരുടെയും പലരുടെയും കുറ്റം കൊണ്ടല്ല. അത് ചിലത് പകർച്ച വരും ചില സമയത്ത്, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ലോകത്തുനിന്ന്. പിന്നെ എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞത് തന്നെ പറഞ്ഞത്. ആൻഡ് ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. പിന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മളെ മറ്റുള്ള രാഷ്ട്രങ്ങളോട് കൂടി ഒരു പാർട്ണർഷിപ്പ് വേണം. പല കാര്യങ്ങളും നമുക്ക്
ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് മറ്റുള്ള ഗവൺമെന്റിന്റെ മറ്റുള്ള കൺട്രി ആയിട്ട് നമ്മൾ സഹകരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ. നമ്മുടെ ഉദാഹരണം നമ്മൾ നോക്കിക്കോളൂ. നമ്മുടെ തെഹരി ഡാം റഷ്യയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, USSRന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് പലതും ചെയ്യുന്നത്. ചില ഇത് അതേമാതിരി നമ്മുടെ ഇത് ബ്രഹ്മോസ് മിസൈൽ, എന്താ ബ്രഹ്മപുത്ര, അതേമാതിരി നമ്മുടെ റഷ്യൻ, അങ്ങനെ ഓരോരോ കാര്യത്തിനും ഓരോരോ രാജ്യമായിട്ട് നമുക്ക് എഡ്യൂക്കേഷനില് മറ്റുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈ അപ്പ് ചെയ്യണ്ടേ. അപ്പൊ അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. അടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ MDG ആൻഡ് SDGs. ഇവിടെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, മറ്റേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ് ഡിഫറൻസ്? ഒന്ന് സീറോ ഗോൾസ്. സീറോ ഗോൾസ് പറഞ്ഞാൽ മില്ലേനിയം, അതായത് സീറോ പോവർട്ടി പറഞ്ഞാൽ സീറോ ആക്കണം എന്ന്. പോവർട്ടി പാടില്ല ലോകത്തിലെന്ന്, എപ്പിഡമിക്കും കൂടുതൽ പാടില്ല, അതാണ് പറയുന്നത്. പിന്നെ യൂണിവേഴ്സൽ സീറോ ഗോൾസ്. പിന്നെ യൂണിവേഴ്സൽ ഗോൾസ് പറഞ്ഞാൽ ലോകത്തിലെ ആകമാനം അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അതാണ് പറയുന്നത് യൂണിവേഴ്സൽ ഗോൾസ്. പിന്നെ കോംപ്രഹെൻസീവ്, അതായത് SDGs ആർ മോർ കോംപ്രഹെൻസീവ് ദാൻ MDG as they are inclusive of more focal area. അതായത് MDG എന്ന് പറഞ്ഞാൽ ലോകാകമാനം, SDG പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് കുറച്ചും കൂടി വൈഡ് ആണ് MDG. ഓക്കെ. പിന്നെ ഹങ്കർ പറയണ്ടല്ലോ. പിന്നെ ഇൻക്ലൂസിവിറ്റി, MDGs ഹാസ് ബീൻ, ഇതിന്റെ എക്സാമ്പിൾ ആണ്, ജസ്റ്റ് അത് നിങ്ങൾക്ക് വായിച്ചറിയാം. പിന്നെ ഹങ്കർ ആൻഡ് പോവർട്ടി, ഫണ്ടിങ്. പിന്നെ നമ്മൾ പല വിധത്തിലുള്ള ഇതിന് ഹാവ് ബീൻ കൺസെപ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഫണ്ട്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ എയ്ഡ് ഫ്രം ദ ഡൊണേഷൻ ഫ്രം റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് പല ഇപ്പൊ ജപ്പാനിൽ നിന്ന് ഫണ്ട് വരാറുണ്ട്, അല്ലേ, ഫ്രാൻസിൽ നിന്ന് വരാറുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്. ഓരോരോ കാര്യത്തിൽ നമ്മൾ ഫണ്ട് പലതും ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് നടപ്പിലാക്കുക. ഫണ്ടിങ് നമുക്ക് അനിവാര്യമാണ്. പിന്നെ പീസ് ബിൽഡിംഗ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമാധാനം. ഇന്ത്യയുടെ 4 പുറം നോക്കൂ, സമാധാനം ഉണ്ടാകും. ഇന്ത്യയുടെ 4 പുറം നോക്കൂ, സമാധാനം. അങ്ങനെ തന്നെ ഓരോ രാജ്യങ്ങളുടെ സ്ഥിതി അതാണ്. ഇന്ത്യയുടെ രണ്ട് സൈഡും ന്യൂക്ലിയർ ഇതാണ്. പാകിസ്ഥാൻ, ചൈന ന്യൂക്ലിയർ ഇതാണ്, ഇന്ത്യൻ ന്യൂക്ലിയർ ആണ്. പിന്നെ പീസ് ഏതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ യുക്രൈനിലൊക്കെ നടക്കുക, അതേമാതിരിയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് നിശ്ചലം കംപ്ലീറ്റ്. കാരണം ആണവായുധങ്ങളാണ്, മനസ്സിലായില്ലേ? അവിടെ റഷ്യ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല, എന്നിട്ട് തന്നെ യുക്രൈൻ തരിപ്പണമായിരുന്നു. പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയാണുള്ള. കാരണം വളരെ നമുക്ക് പീസ് ലവിങ് സിറ്റി ആണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളായിട്ടും അതാണ് ഇന്ത്യക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. നമ്മുടെ എല്ലാ ലീഡേഴ്സും നല്ല സ്റ്റേറ്റ്സ്മാൻമാരായിരുന്നു പണ്ടിരുന്നു. ഈവൻ നെഹ്റു മുതൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്മാൻമാരായിരുന്നു, മനസ്സിലായില്ലേ? വേൾഡ് ലീഡേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് പീസ് ലവ് നമ്മളെല്ലാം എല്ലായിടത്തും പീസ്. ഇപ്പൊ ശ്രീലങ്കയിലായിക്കോട്ടെ, നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട് ഈ പീസിന് വേണ്ടിയിട്ട്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇന്ത്യ, രാജീവ് ഗാന്ധി ഇങ്ങനെ മരിച്ച് അവിടെ അവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. അത് അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അഗൈൻസ്റ്റ് ആയി, മനസ്സിലായില്ലേ? അതാണല്ലോ ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ കാരണം. പക്ഷെ നമ്മൾ അവിടെ പീസ് വേണം എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അതിലൊരു ഗ്രൂപ്പ് അതിന് എതിരായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ബാക്കി ഞാൻ പറയുന്നില്ല. പിന്നെ ഡാറ്റ റവല്യൂഷൻ പറയണ്ടല്ലോ. ക്വാളിറ്റി എഡ്യൂക്കേഷനിലെ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നമ്മുടെ 1000 ചില്ലാൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. വേൾഡ് റാങ്കിങ്ങിലൊന്ന് പറയൂ എവിടെ നമ്മൾ നിൽക്കണമെന്ന്. 1000 യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ വേൾഡ് റാങ്കിങ്ങില് ഒരു 200, 250, 100ന്റെ താഴെ 100ൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലില്ല. 200ൽ ഈവൻ ഉള്ള തന്നെ ഇപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അങ്ങനെ അതേമാതിരിയുള്ള ചില ഏതോ ഇത് 265 റാങ്ക് സംതിങ്, മനസ്സിലായില്ലേ? അപ്പോ 100ലുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യ. നേരെ മറിച്ച് ചൈനയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, അങ്ങനെ നല്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ടു ബി ഇംപ്രൂവ്ഡ്. നമ്മുടേത് ഓരോരോ സ്റ്റേറ്റ്, നമ്മുടെ ഇവിടെ തന്നെ എത്രയോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാഷണൽ റാങ്കിങ്ങിൽ തന്നെ കുറെ പിന്നാക്കണം. അങ്ങനെ പോരാ. കാരണം എന്താ അറിയോ,
നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഹൈലി പോപ്പുലേറ്റഡ് നമ്മുടെ കൺട്രിയാണ് ഇന്ത്യ. അപ്പം അതുകൊണ്ട് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എംപ്ലോയ്മെന്റ് വൃത്തിയാവും. മനസ്സിലായോ? പിന്നെ അടുത്ത് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. ദിസ് ഈസ് ദ ആന്ത്രോപോജനിക്, ദാറ്റ് ഈസ് ഹ്യൂമൻ ഡ്രിവൺ. മനുഷ്യൻ ആണ് ഡ്രിവൺ. സി യുവർ റോബോട്ട് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഈ കമ്പ്യൂട്ടർ ആരാ ഉണ്ടാക്കണത്? ഹ്യൂമൻ അല്ലേ? സോ ബിഹൈൻഡ് എവറി മിഷൻ ദർ ഇസ് എ മാൻ. റോബോട്ട് ഓട്ടോമാറ്റിക് ഉണ്ടാവോ? ജനിക്കോ? ഇല്ലല്ലോ. ഹ്യൂമൻ ഡ്രിവൺ ഏജ് ഓഫ് ദ പ്ലാനറ്റ്, ഭൂമിയിലെ. സോ ഗ്രഹത്തിൽ, അതായത് സോ ദ ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് പുഷിംഗ് ദ കപ്പാസിറ്റി ഓഫ് ഗ്ലോബൽ എക്കോസിസ്റ്റം ഫങ്ഷൻ വിച്ച് മൈറ്റ് റിസൾട്ട് ഇൻ ഡിസാസ്റ്റേഴ്സ്. എന്താണ് ഈ ഓക്കെ മുഴുവൻ പറയട്ടെ. ഡിസാസ്റ്റേഴ്സ്. The era is distinct because of there are extreme resources on Earth. നമ്മുടെ ഭൂമിയിലെ എല്ലാം കനിഞ്ഞരളിയിട്ടുണ്ട്. അതാണ് മഹാത്മാഗാന്ധി പറയുന്നത്. നമ്മുടെ ലോകത്തില്, നമ്മുടെ ഭൂമിയില് എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നിനു മാത്രം മരുന്നില്ല. ഗ്രീഡ്, അത്യാഗ്രഹത്തിന് മരുന്നില്ല. അതാണ് നടക്കുന്നത്. കാരണം കിട്ടുന്നത് അത്ര അങ്ങോട്ട് എടുക്കട്ടെ, നാളത്തെ പറ്റി ആലോചനയില്ല. അതാണ് ഇവിടെ പറയുന്നത്. വരുന്നുണ്ട് കേട്ടോ പിന്നീട്. There are numerous environmental crises. എന്നാൽ നമ്മൾ കുഴിച്ചെടുത്ത്, അതായത് നമ്മുടെ കടലിന്റെ തീരത്തും കോസ്റ്റൽ ബെൽറ്റിലൊക്കെ ബിൽഡിംഗ് കെട്ടി, അതിന്റെ തരികട മറച്ചത് നിലകളില്ലേ? എത്ര നില? 114 നില. ഇവിടെ പൊളിച്ച് 118. അല്ല സോറി 18 നില നമ്മുടെ ഗുഡ്ഗാവിൽ, ഡൽഹിയിലൊക്കെ ഇടിച്ചു വീഴ്ത്തിയത്. അതായത് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കാർബൺ, നൈട്രജൻ, ഇതൊക്കെ നമ്മുടെ എയർ സർക്കുലേഷൻ ഇതിൽ വരുന്നു, എയർ പൊല്യൂഷൻ വരുന്നു. ദർ ആർ ന്യൂമറസ് എൻവയോൺമെന്റൽ ക്രൈസിസ് ഇല്ലേ? പിന്നെ വിച്ച് ആർ അഡ്വേഴ്സ്ലി ഇമ്പാക്ടിങ് ദ എർത്ത് ആൻഡ് പോപ്പുലേഷൻ. ടവർ ബിൽഡിങ്സ് വരുമ്പോൾ വെന്റിലേഷൻ, കാറ്റിനെ തടഞ്ഞു നിൽക്കും. മനസ്സിലായ? അപ്പോ ദർ ആർ മാസ് മൈഗ്രേഷൻ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ, ചില സമയത്ത് നോക്കൂ, ഐലൻഡ്, ഫ്ലഡ്, ഫെമിൻ, അസുഖങ്ങൾ വരുമ്പോൾ ആളുകൾ അവിടുന്ന് മാറി വേറെ സ്ഥലങ്ങളിൽ പോകും. അപ്പൊ മാസ് ആയിട്ടുള്ള മൈഗ്രേഷൻ വരും, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറെ ഡിസ്ട്രിക്റ്റിലേക്ക്. സോ ദ ചാലഞ്ചസ് ഹാവ് മെയ്ഡ് ഇന്റർനാഷണൽ ഏജൻസീസ് ടു റിയലൈസ് ദാറ്റ് പ്ലാനറ്റ് നീഡ്. അതുകൊണ്ട് ഇവര് തീരുമാനിച്ചു നമ്മുടെ ഭൂമിയിലെ എല്ലാം സേവ് ചെയ്യണം. അത് നാളേക്ക് വേണ്ടി. ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് നേഷൻ ടു ഫോർമുലേറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഇൻഡെക്സ് and has developed a robust SDG localization model. നീതി പ്ലാനിംഗ് കമ്മീഷൻ പ്രകാരം ഇന്ത്യയാണ് ഇതിന്റെ ഒരു ഇൻഡെക്സ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അതെന്തൊക്കെയാണെന്ന് പറയാം. നമ്പർ 1, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് 1, നോ പോവർട്ടി, എൻഡ് പോവർട്ടി. ഇത് നിതി ആയോഗിന്റെ പ്ലാനിംഗ് കമ്മീഷൻ്റെതാണ്. എൻഡ് പോവർട്ടി, എത്രത്തോളം നമുക്ക് പക്ഷേ പോവർട്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, അത് മുഴുവൻ ആയിട്ടില്ല കേട്ടോ. അപ്പോ പോവർട്ടി eradication. Next. Yes. The government has followed a multi-pronged strategy with the targeted groups at vulnerable. അതായത് വീക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം, മറ്റേതൊക്കെ ഓരോരോ കാര്യങ്ങളും സബ്സിഡിയും ഇതെല്ലാം കൊടുക്കുന്നത്. ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഓരോരോ റോഡ്, ബിൽഡിംഗ്, ഇലക്ട്രിസിറ്റി, സ്കൂള്, ഇതൊക്കെ. പിന്നെ ക്രിയേറ്റിംഗ് പ്രൊഡക്റ്റീവ് അസറ്റ്, അതായത് നമുക്ക് അസറ്റ് ഓരോ ക്രിയേഷൻ. ഡെവലപ്പിംഗ് സ്കിൽ, ആളുകളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. സപ്പോർട്ടിങ് എന്റർപ്രണർഷിപ്പ്, പ്രൊമോട്ടിങ് സോഷ്യൽ പ്രൊട്ടക്ഷൻ, അതായത് അവർക്ക് സേഫ് ആയിട്ടുള്ള മെഷേഴ്സ്. റെഡ്യൂസിങ് റിസ്ക്, നാച്ചുറൽ ആൻഡ് അതർ ഡിസാസ്റ്റേഴ്സ്. അതായത് മഴ വരണോ, അയ്യോ അപ്പൊ തന്നെ പേടി തുടങ്ങും, അയ്യോ ഞങ്ങളുടെ വീട് വീണു പോവോ, അല്ലെങ്കിൽ വേറെ ഒന്ന് കടലെടുക്കുവോ. പല ഏരിയ ഉണ്ട്, കോസ്റ്റൽ ഏരിയയിലൊക്കെ ഉണ്ട്. എപ്പോഴാ കടലെടുക്കുക എന്ന് അറിയില്ല. അങ്ങനെ ആടി ബിൽഡിങ്ങിന് ആടി നിൽക്കുന്നുണ്ടായിരിക്കും ചില സമയത്ത്. മനസ്സിലായോ? അപ്പോൾ നാച്ചുറൽ ആൻഡ് അതർ ഡിസാസ്റ്റേഴ്സ്, പേടി. അടുത്ത, given below are the measures that India is taking. Social protection, safety net, okay, പിന്നെ access to basic services, okay, yes, ഇത് നമ്പർ 1 ആണ് അല്ലേ? access to, okay. Now social protection, okay, net, അതെന്താണ്? ഇവിടെ സോഷ്യൽ, യെസ്, പ്രൊട്ടക്ഷൻ. അതായത് കുട്ടികൾക്ക് സോഷ്യൽ പ്രൊട്ടക്ഷൻ പറഞ്ഞാൽ കുട്ടികൾക്കും വയസ്സായ ആളുകൾക്കും ഡിസേബിൾഡ് ആയ ആളുകളെയും നമ്മള് വുമൺ ആൻഡ് വിഡോസ്, ഇവരൊക്കെ നമ്മളെ കാത്ത് നോക്കിക്കൊള്ളണം.
അതായത് പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വേറൊരു കാര്യം, അതായത് എൽഡർലി, ഡിസേബിൾഡ്, ചിൽഡ്രൻ, വുമൺ, വിഡോ, പിന്നെ അതാണ് സോഷ്യൽ പ്രൊട്ടക്ഷൻ. ഇത് പിന്നെ ഇവർക്കൊക്കെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് MNREGA അത് പ്രകാരം ഇവർക്ക് പലർക്കും ജോലി കൊടുക്കുക. കാരണം ഡിസേബിൾഡ് ആയിക്കോട്ടെ, വുമൺ ആയിക്കോട്ടെ, എൽഡർലി ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ജോലി അവർ ജീവിക്കട്ടെ, നമ്മളും ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. ഓക്കെ, വിച്ച് അലൗ, അതായത് ഇത്ര ദിവസമെങ്കിലും ജോലി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ്. അടുത്തത് പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മോണിറ്ററിങ് പ്രോഗ്രസ്, അതാണ് വളരെ പരമപ്രധാനം. മോണിറ്റർ ചെയ്യണം. പിന്നെ നമ്മുടെ ആക്സസ് ടു ബേസിക് സർവീസസ്. ബേസിക് സർവീസ് എന്താണ്? നോക്കൂ, അതിനു മുമ്പേ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഇതൊന്ന് പറയട്ടെ. പ്രധാനമന്ത്രിയുടെ പല സ്കീമുണ്ട്. അതായത് നോക്കൂ, PM പ്രധാനമന്ത്രി ജനധൻ യോജന, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, ക്രോപ്പ് ഇൻഷുറൻസ്, പ്രധാനമന്ത്രി കൃഷി സഞ്ചാലയ യോജന, ഇറിഗേഷൻ, പിന്നെ അന്നയോഗ്യത, അതായത് ഭക്ഷണത്തിന്റെ ഇറാഡിക്കേഷൻ ഓഫ് ഹങ്കർ. അങ്ങനെ പ്രധാനമന്ത്രി വാട്ട് ഇസ് ദാറ്റ്, ഓക്കെ, വന്ദന യോജന സ്കീം, ഓക്കെ, അതുണ്ട്. അതായത് അഡോൾട്സ് ആൻഡ് ഗേൾസ്. ആയുഷ്മാൻ ഭാരത്, അതും ഉണ്ട്, ഒരു സ്കീമാണ്. പിന്നെ പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന, ഹെൽത്ത് കെയർ, പിന്നെ മെഡിസിൻ അഫോർഡബിൾ പ്രൈസസ്, പിന്നെ അങ്ങനെ. പിന്നെ പ്രധാനമന്ത്രി കൗശൽ വികാസ്, സ്കിൽ ട്രെയിനിങ്, ദീനദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്, പ്രധാനമന്ത്രി ജൻധൻ യോജന, ലോങ് ടേം സ്കിൽ, ബേട്ടി ബച്ചാവോ ആൻഡ് ബേട്ടി പഠാവോ, അതായത് സേവ് ആൻഡ് എഡ്യൂക്കേറ്റ് ഗേൾ ചൈൽഡ്, ജലശക്തി അഭിയാൻ, വാട്ടർ കൺസർവേഷൻ, അങ്ങനെ കുറെ ഉണ്ട്. ഇത് എല്ലാം നമുക്കിതിന് എന്താണെന്ന് അറിയണതൊക്കെ. പിന്നെ വേറിണ്ട് പ്രധാനമന്ത്രി സഹജ് ബിജ്ലി, എല്ലായിടത്തും ഇലക്ട്രിസിറ്റി. അടുത്തത് പ്രധാനമന്ത്രി, അതായത് ഭാരത് മാല പ്രോഗ്രാം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പിന്നെ ദീനദയാൽ ഡിസേബിൾഡ് റിഹാബിലിറ്റേഷൻ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ, പ്രധാനമന്ത്രി ആവാസ് യോജന, അർബൻ ഹൗസിംഗ്, അങ്ങനെ പോകുന്നു പലതും. അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അണ്ട് സീറോ ഹങ്കർ ഇല്ലാതാക്കുക, അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി, ഇംപ്രൂവ് ന്യൂട്രീഷൻ, പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഫുഡ് സെക്യൂരിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ഡൊമസ്റ്റിക് ഫുഡ് പ്രൊഡക്ഷൻ. നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഫാർമേഴ്സിന്റെ പ്രോബ്ലംസ്, ലോണ്, ഇതൊക്കെ അതാത് സമയത്ത്, ഇറിഗേഷൻ, ഇതൊക്കെ നോക്കണം. ഇലക്ട്രിസിറ്റി depend upon the household purchasing. Okay, measures that India is taking to achieve the goal: zero hunger, food security, nutrition, അറിയാലോ എല്ലാം. ഇംപ്രൂവ്ഡ് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി, നമ്മളെ ക്രോപ്പ് എങ്ങനെ കൂടുതലാക്കാൻ പറ്റും അതുകൂടി. അപ്പൊ അതിന്റെ ഫെർട്ടിലൈസറും മറ്റേതും ചില മരുന്നുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈവ് സ്റ്റോക്ക്, അനിമൽസും മറ്റേതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അത് കോസ്റ്റ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ. അതായത് നമ്മളെ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ട്രാക്ടർ മറ്റേതൊക്കെയാണ്. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ പ്രോസസ്, അത് ഇൻക്രീസ് ക്രോപ്പിംഗ് ഇന്റൻസിറ്റി, കൂടുതൽ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. ചിലത് നമുക്ക് ഏതാണ് വേണ്ട, ചില സമയത്ത് അതേമാതിരി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് മാറ്റങ്ങൾ വരും ചില സമയത്ത്. ബെറ്റർ പ്രൈസസ്, അതാണ് പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ അത്ര. ടൊമാറ്റോ, നമ്മൾ ഈ തക്കാളി, പൊട്ടാറ്റോ, വേറെ എന്തെങ്കിലും, അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര പൈസ ചിലവാകുന്നു അതുപോലും മാർക്കറ്റിൽ ചിലപ്പോൾ കിട്ടുന്നില്ല. പാല് ചില സമയത്ത് ഒഴിച്ചു കളയുന്നു റോട്ടിൽ കൂടെ. അതിന്റെ കാശ് ഒരു കിലോ തക്കാളിക്ക് 1 രൂപ കർണാടകയിലുണ്ടായത്. അപ്പൊ റോഡിൽ കൂടെ ഇടും, ട്രക്ക് കയറ്റിയിട്ട്. എന്താ അതുകൊണ്ട് കാര്യം? കാരണം അവർക്കൊരു പ്രയോജനമില്ല കർഷകർക്ക്. അങ്ങനെയൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട്. 1 രൂപ. അതേമാതിരി പിന്നെ അവരുടെ പ്രൊഡ്യൂസ് ചെയ്തതിനൊന്നും വിലയില്ല. അപ്പൊ എന്താ പറഞ്ഞാൽ ബെറ്റർ പ്രൈസസ്, നോൺ ഫാം ഓക്യുപ്പേഷൻ, മോണിറ്ററിങ് ഈസ് ഓൾസോ വെരി എസെൻഷ്യൽ. പിന്നെ ഗുഡ് ഹെൽത്ത് പറയണ്ടല്ലോ. ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എനി അതർ തിങ്സ്. ഓക്കെ, വെൽബീയിങ്, ജനങ്ങളുടെ നന്മ. ഹെൽത്തി സിറ്റിസൺ, ദേ ആർ റിക്വയർഡ് ഫോർ നമ്മുടെ രാജ്യത്തിന്റെ ഇതിന് വേണ്ടിയിട്ട്. ഹെൽത്ത്, വളരെ ആരോഗ്യവാരായ ആളുകളാണ് നമുക്ക് വേണ്ടത്, സിറ്റിസൺ. യൂണിവേഴ്സൽ അഫോർഡബിൾ ഹെൽത്ത് കെയർ.
പിന്നെ നമ്മുടെ ഈ ഹെൽത്ത് കെയർ അഫോർഡബിൾ ആയിരിക്കണം. മരുന്നുകളും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനും ഇതൊക്കെ ഉണ്ടല്ലോ, പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അഫോർഡബിൾ ആയിരിക്കണം. കാരണം എല്ലാവരും കാശില്ലല്ലോ. പിന്നെ ഹെൽത്ത് കെയർ, മെഡിക്കൽ, പിന്നെ ഇവിടെ പ്രധാനമന്ത്രിയുടെ ചിലതുണ്ട്, നമ്മുടെ മെഡിസിൻ്റെ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പിന്നെ കുറച്ച് കമ്മിയായിട്ട്. റെഡ്യൂസിങ് മെറ്റർണിറ്റി, പ്രസവ സമയം മരണം, ഇത് കുറച്ച് കമ്മിയായിട്ടുണ്ട് ഇപ്പോൾ. പണ്ട് അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. പ്രസവത്തിൽ മരിക്കുന്ന പലരും ഉണ്ടായിരുന്നു, സ്ത്രീകൾ. ഇപ്പൊ അത് വളരെ കമ്മിയാണ്. റെഡ്യൂസിങ് നിയോനിറ്റൽ ആൻഡ് അണ്ടർ 5 മോർട്ടൽ, അതായത് 5 വയസ്സിന് മുമ്പ് കുട്ടികൾ മരിക്കുന്നത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ വളരെ കമ്മിയാണ്. നീ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, എന്താ പകർച്ചവ്യാധി, മനസ്സിലല്ലേ? ഈ ചിക്കൻ പോക്സ്, പണ്ട് സ്മാൾ പോക്സ്, ചിക്കൻ, അതേമാതിരി പലതും പകർച്ചവ്യാധികളുണ്ട്. ക്ഷയം, കുഷ്ഠം, ലിപ്രസി, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തടഞ്ഞു നിർത്തുക. കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിളിന്റെ ചിലത്, അതായത് ഇപ്പൊ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ചിലത് വീട്ടിൽ ഓരോ ആൾക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ആവും. അങ്ങനെയുള്ള ചിലവർക്ക് ഉണ്ട്, ചിലവർക്ക് അവർക്ക് മാത്രമേ വരൂ. അങ്ങനെയാണ്, അതാണ് നോൺ കമ്മ്യൂണിക്കബിൾ. മറ്റുള്ളവർക്ക് അത് അഫക്റ്റ് ആവില്ല. അപ്പൊ ഒരാൾ ക്യാൻസർ, അത് നോൺ കമ്മ്യൂണിക്കബിൾ ആണ്, മനസ്സിലായില്ലേ? പക്ഷെ നേരെ മറിച്ച് വേറെ എന്തെങ്കിലും അസുഖമാണെന്ന് വെച്ചാൽ അത് കമ്മ്യൂണിക്കബിൾ ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അതൊന്ന് പകർച്ചവ്യാധി. പിന്നെ അടുത്തത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പറയണ്ടല്ലോ. ഏർലി, ആദ്യം കുട്ടികൾക്ക് എലിമെന്ററി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. എന്താ സെക്കൻഡറി? 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ. അതന്നെ എംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ ഔട്ട്കംസ് ആൻഡ് പ്രൈമറി സെക്കൻഡ് ലെവൽ ഹയർ എഡ്യൂക്കേഷൻ. അത് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഇനിയും കൂടി, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അനവധി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അനവധി കോളേജസ് ഉണ്ട്, എല്ലാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ IITs എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുക, നമ്മുടെ സ്കില്ല് വർദ്ധിക്കുക, നോളജ് വർദ്ധിക്കുക. ലോകത്തിൽ നിന്ന് നല്ല ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട് ഇന്ത്യയിൽ. നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച ആളാണ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി മിന്നാനായത്, മനസ്സിലായത്. പക്ഷെ അയാൾ ഒറിജിൻ ഇവിടെയാണ്. അങ്ങനെ എത്രയോ വളരെ ലോകം തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ജെൻഡർ ആൻഡ് ഡിസബിലിറ്റി, നമുക്ക് അസുഖം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ ജെൻഡർ ഈക്വാലിറ്റി പറഞ്ഞു, social protection and livelihoods, okay, and skilling and financial inclusion, political and economic political and economic participation. ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടോ നോക്കട്ടെ. പിന്നെ ഫാർമേഴ്സിന്റെ ഇൻകം അത് പറഞ്ഞു, ലാർജസ്റ്റ് ഡ്യൂറിങ് സപ്ലൈ വേക്കൻസി അത് പറഞ്ഞു, പിന്നെ അഫോർഡബിൾ പറഞ്ഞു, ഹെൽത്ത് കെയർ, റെഡ്യൂസിങ് ഇത് കുട്ടികളുടെ മോർട്ടാലിറ്റി പറഞ്ഞു, ക്വാളിറ്റി എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു, പിന്നെ ലീവിങ് നോ വൺ ബിഹൈൻഡ്, ഈ ക്ലാരിയൻ ഓഫ് ദ ടുഡേ അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ആരെയും നമ്മൾ പിന്നിൽക്കിടരുത്. പിന്നെ നമ്മുടെ ഏർലി ഇയേഴ്സ് എഡ്യൂക്കേഷന്റെ എലിമെന്ററി എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞു, അത് പറഞ്ഞു. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് 14 വയസ്സ് വരെ. പിന്നെ പ്രത്യേകതയുണ്ട്, ചിലയിടത്തൊക്കെ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്, കുട്ടികൾ പഠനം മുമ്പേ തന്നെ ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. അത് പാടില്ല, അത് തടയണം, കുട്ടികളെ പഠിപ്പിക്കണം, എന്നാലാണ് അവർ വളർന്നു വരൂ, നമ്മുടെ രാജ്യത്തിന് ഉപകാരമാവും. സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്, ജെൻഡർ ഡിസബിലിറ്റി, അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സോഷ്യൽ പ്രൊട്ടക്ഷൻ, അതാണ് പറഞ്ഞത്, പല യോജന, റൂറൽ ഡെവലപ്മെന്റ്, ലൈവ്ലിഹുഡ് മിഷൻ, പ്രധാനമന്ത്രിയുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതൊക്കെ. സ്കില്ലിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി ജൻ ധൻ യോജന, സ്ട്രെങ്തനിങ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് ബാങ്ക് അക്കൗണ്ടിലെ സ്ത്രീകൾക്കൊക്കെ സ്വയം ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായങ്ങളും ഫൈനാൻഷ്യൽ ഹെൽപ്പൊക്കെ ചെയ്യുന്നതാണ് അത്. പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അതും അത്യാവശ്യമാണ്. സോഷ്യൽ എംപവർമെന്റ്, അതില് ഗേൾ ചൈൽഡ് റേഷ്യോ വളരെ ശ്രദ്ധിക്കണം. ഏതാത് 5 അല്ലേ? ഓക്കെ. ഗേൾ ചൈൽഡ് റേഷ്യോ പല സ്റ്റേറ്റുകളിലും ഗേൾസിന്റെ ആൺകുട്ടികളുടെ ഒപ്പമല്ല, എക്സെപ്റ്റ് കേരള. കേരളത്തിലെ ആൺകുട്ടികളിൽ മീതെയാണ് പെൺകുട്ടികളുടെ ലേശം. ഇപ്പൊ ലേശം കമ്മിയായിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങള് 1000-ന് 700, 750 അല്ലെങ്കിൽ 800 പെൺകുട്ടികളേ ഉള്ളൂ. 700 ആൺകുട്ടികളുണ്ടെങ്കിൽ അത് നമ്മള് കമ്മിയാക്കണം. കാരണം പെൺകുട്ടികള് അവര് ഉണ്ടായ വളരെ സന്തോഷത്തോടു കൂടി, അത് ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. അതായത് ആൾവേസ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം പ്രോപ്പർലി. ഒരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള
ഒരു വിധത്തിലുള്ള ഡിഫറൻസും പേരൻസ് കാണിക്കരുത്. അവരുടെ പഠനം അവര് ദൈവം തന്ന ഒരു നിധിയാണ് എന്നുള്ളത് എല്ലാവരും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, സ്കില്ലിംഗ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ എംപവർമെന്റ് പറഞ്ഞു. പിന്നെ അടുത്തത് സാനിറ്റേഷൻ, ഹൈജീൻ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പല നമ്മുടെ ഇല്ലേ രാജസ്ഥാനിലെ, മധ്യപ്രദേശിലൊക്കെ പല വിവാഹങ്ങളും പെൺകുട്ടികൾ നിരസിച്ചു. കാരണം പയ്യന്റെ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ല. മനസ്സിലായോ? ശരിയ വസ്തുവല്ലേ? അവിടെ സപ്പോസ് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ വല്ല കാടോ എന്തെങ്കിലും തന്നെ പോകണം. അങ്ങനെയുണ്ട്. കാരണം അതൊക്കെ വലിയ നമ്മുടെ ഒരു ഡെസേർട്ട് ഏരിയയാണ് കംപ്ലീറ്റ് അല്ലോ, നമ്മുടെ രാജസ്ഥാനൊക്കെ അറിയാലോ നമുക്ക്. അപ്പോൾ പലതും, അപ്പൊ സാനിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഹൈജീൻ, വാട്ടർ ക്വാളിറ്റി ഈസ് ഡിമിനിഷിങ്. പ്യൂർ ഡ്രിങ്കിങ് വാട്ടർ വളരെ റയറായിട്ടാണ് ഇപ്പോൾ. പിന്നെ വേറൊന്ന്, പിന്നെ യൂണിവേഴ്സൽ ആക്സസ് ടു ഇലക്ട്രിസിറ്റി, യൂണിവേഴ്സൽ, ഒരു മിനിറ്റ്, യൂണിവേഴ്സൽ ആക്സസ് ടു ഇലക്ട്രിസിറ്റി എല്ലാവർക്കും. റിന്യൂവബിൾ എനർജി, വിൻഡ് എനർജി, മറ്റേത് സോളാർ എനർജി, ക്ലീൻ എനർജി, അതെല്ലാം പൊല്യൂഷൻ ഇല്ലേ അതില്. അപ്പൊ നമ്മളെ ഈ കുക്കിംഗ് ഗ്യാസ് ഇന്റർനാഷണൽ കോർപ്പറേഷനോട് കൂടി പല കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇതിനൊന്നും പൊല്യൂഷൻ ഇല്ല കേട്ടോ. ദെൻ 8ാമത്തെ, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അതായത് എല്ലാവർക്കും ജോലി ചെയ്യാൻ ആഗ്രഹം, അവർക്ക് അവരുടെ എക്കണോമിക് കണ്ടീഷൻസും അവര് വർദ്ധിക്കുക, ഫണ്ടിങ്, ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിനെ വളർത്താൻ അനുവദിക്കുക, വളർന്നു വരാൻ അനുവദിക്കുക. ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. സ്ട്രക്ചറൽ റിഫോംസ് ആവശ്യമാണ്. ഇതിന് എന്താ ചെയ്യേണ്ടത്? അപ്പൊ സ്ട്രക്ചറൽ റിഫോം, ലോ, ഇപ്പൊ കണ്ടില്ലേ പ്രൈം മിനിസ്റ്ററെ പല ലേബർ ലോസും അവര് 3 or 4 എണ്ണത്തിലാക്കിയിട്ട് ചുരുക്കി 108 എണ്ണത്തിന് 4 എണ്ണത്തിൽ കൊണ്ടുവന്നിട്ടു. അപ്പൊ സ്ട്രക്ചറ് അത് ഈസി ആക്കുക, ഈസി. പിന്നെ വേറൊന്ന്, ബിസിനസ് ചെയ്യാൻ ഈസി. അവിടെ പോയി ലൈസൻസ് എടുക്കുക, ഇവിടെ പോയി ലൈസൻസ് എടുക്കുക, 35 ഓഫീസിൽ പോയി. അതിനേക്കാളും ഒറ്റ, അതാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലൊക്കെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം. എന്നാലേ ബിസിനസ്, ഒരു ബിസിനസ് ഉണ്ടെങ്കിലല്ലേ, സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലല്ലേ ജോലി കിട്ടൂ. അല്ലാണ്ട് നിങ്ങൾ പഠിച്ചിട്ട് എവിടെ പോവുക? ഓക്കെ, സ്കില്ലിംഗ് എക്കോസിസ്റ്റം. ഓക്കെ, ആവാസ വ്യവസ്ഥ എന്താണ് എക്കോ ഇത് കേട്ടോ. പിന്നെ അതായി. പിന്നെ ഫണ്ടിങ് ആയ സ്കില്ലിംഗ് എക്കോസിസ്റ്റം. നോ, ഇൻഡസ്ട്രി ഇന്നോവേഷൻ, വ്യവസായം വരണം. അത് ഗവൺമെന്റിനും വേണം, പ്രൈവറ്റിനും വേണം കേട്ടോ. റീസെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ടിങ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1920 ഉണ്ടായിരുന്നതാണ് നമ്മുടെ ടാറ്റ അയൺ സ്റ്റീൽ. എത്രയോ സ്ഥാപനങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ബജാജ് ഓട്ടോ, ഇതൊക്കെ എത്ര വർഷം മുമ്പേ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ലോകത്തിന്റെ വികസനത്തിന് പ്രൈവറ്റും ഗവൺമെന്റിന്റെയും സ്ഥാപനങ്ങൾ അനിവാര്യമാണ്. ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രൊമോട്ട്, ഇൻക്ലൂഡ് ആൻഡ് സസ്റ്റൈൻ. ജോലി എല്ലായിടത്തും ഗവൺമെന്റ് ജോലി കിട്ടാൻ ആളുകൾക്ക്, അപ്പോൾ പ്രൈവറ്റിലും വേണം. സോ ഈസി ഫോർ ഡൂയിങ് ഡിസൈൻ ആൻഡ് ഇന്നോവേഷൻ എക്കോസിസ്റ്റം. സ്റ്റാർട്ടപ്പ്, ഓരോരുത്തരുടെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ്, അതിന് നമ്മൾ പ്രോത്സാഹിക്കുക, ലോൺ കൊടുക്കുക. ഇലക്ട്രിസിറ്റി, അത് ഇത് ഒരു 4-5 കൊല്ലം ടാക്സ് ഒന്നും ഇല്ലാതെ അവർ വളർന്നു വരാൻ അനുവദിക്കുക, വരട്ടെ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ടെലികമ്മ്യൂണിക്കേഷൻ ഫെഡറേഷനിലോ റവല്യൂഷൻ ആണ്. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ്. പിന്നെ പ്രൊമോട്ടിങ് ഇൻകം ഗ്രോത്ത്, പ്രൊമോട്ടിങ് ഈക്വാലിറ്റി ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും. അവിടെ എല്ലാ, ഇപ്പൊ നമ്മൾ ഗവൺമെന്റിൽ കാണാമല്ലോ, എല്ലാ സ്റ്റേറ്റിലത്തെ ആളുകൾക്കും ഈക്വൽത്താണ്. ഡിസൈനിങ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ, പ്രൈവറ്റിലും അങ്ങനെ, സ്റ്റേറ്റിലൊക്കെ ആർക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് ജോലി ചെയ്യാം കേട്ടോ. ഇപ്പൊ ബാംഗ്ലൂരിൽ എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചിയിൽ എല്ലാവരും ഉണ്ടല്ലോ, കേരളത്തിൽ എല്ലാവരും ഉണ്ടല്ലോ. 40 ലക്ഷം ഇൻഡസ്ട്രിയൽ മൈഗ്രൻസ് ഉണ്ടല്ലോ കേരളത്തിൽ. അങ്ങനെ കുഴപ്പമൊന്നും എല്ലായിടത്തും ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യ. 40ഓളം ലക്ഷം, 45 ലക്ഷത്തെ നമ്മുടെ കേരളക്കാരുണ്ട്. 40 ലക്ഷത്തിൽ മീതെ ആൾക്കാരുണ്ട് ബോംബെയിൽ, ഈവൻ ഡൽഹി, ഈവൻ സോ മെനി, ചണ്ഡീഗഡ്, അതിനോ വിരിവൽ. അപ്പൊ എത്രയോ ആയിരക്കണക്കിന് ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അതേമാതിരി അവിടുത്തെ ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ വരുന്ന കൊണ്ട് ഇൻഡസ്ട്രി കമ്മി ആയതുകൊണ്ട് ഓരോ സ്ഥലത്ത് എവിടെ ഇൻഡസ്ട്രി അവിടെയാണ് കൂടുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ബ്യൂട്ടി ഓഫ് ഇന്ത്യ, ദാറ്റ് ആൾ ആർ ഈക്വൽ. അതാണ് ഏറ്റവും വേണ്ടത്. ഓക്കെ, സോ സോഷ്യൽ പ്രൊട്ടക്ഷൻ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, പ്രൊമോട്ടിങ് സസ്റ്റൈനബിൾ മൈഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് എല്ലാ സഹായങ്ങളും, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, വീട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൽക്കാല ഷെൽട്ടർ, ഭക്ഷണം, ഇതെല്ലാം ഫ്രണ്ട്ലി സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കൊടുക്കണം. പിന്നെ
സസ്റ്റൈനബിൾ സിറ്റീസ് എന്തൊക്കെ, ഹൗസിംഗ് ഫോർ ഓൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ വേറെ ഇത് പിന്നെ പുസ്തകത്തിലുണ്ട്, കംപ്ലീറ്റ് ഒന്ന് വായിക്കുക എഴുതിയിട്ട്. സസ്റ്റൈനബിൾ അർബനൈസേഷൻ, സിറ്റികൾ വളരുന്നു, ടൗൺ വില്ലേജിൽ നിന്ന് സിറ്റി ടൗൺ ആവണു, ടൗൺ അതങ്ങനെ അർബണായിട്ട് പരിണമിക്കും, മൊബിലിറ്റി. ഓക്കെ, ആളുകൾ റൂറൽ ഏരിയയിൽ നിന്ന് ജോലി സംബന്ധമായി സിറ്റിയിലേക്ക് പോകണം. 12 റെസ്പോൺസിബിൾ കൺസംഷൻ പ്രൊഡക്ഷൻ ഷോ സസ്റ്റൈനബിൾ കൺസംഷൻ. ഓക്കെ, നൗ ഫുഡ് എഫിഷ്യൻസി, സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് പ്രത്യേകം ഓർമ്മിക്കണേ, സമയത്തിന്റെ കുറവാണ്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ പ്ലാൻ ചെയ്തിട്ട് വേണം. അതായത് ഇതിന്റെ ഇത് അതല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലൊക്കെ മുങ്ങിപ്പോവും. കാരണം വെള്ളം ഒഴുകാൻ സ്ഥലം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കൺസ്ട്രക്ഷൻ ഷുഡ് ബി വെരി വെരി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. തോന്നിയ മാതിരി ബിൽഡിംഗ് ഒന്ന് വടക്കേ ഒന്ന് കിഴക്കേ ഒന്ന് പടിഞ്ഞാറ് ഇങ്ങോട്ട് മുഖം അങ്ങനെ കാരണം മഴയത്ത് വെള്ളം വെള്ളം ഒഴിച്ചു പോലെ ഒന്നും പോലെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. പബ്ലിക് പ്രൊക്യൂർമെന്റ്, സസ്റ്റൈനബിൾ ടൂറിസം അതെ എന്നും നിലനിൽക്കുന്ന നല്ല നല്ല ടൂറിസം, അതൊക്കെ അതിനുവേണ്ടി പ്രോപ്പർ എൻവയോൺമെന്റും അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ. വേസ്റ്റ് മാനേജ്മെന്റ്, ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ വീട് വളരെ നല്ലതായി നമ്മൾ സൂക്ഷിക്കുന്നു, പക്ഷെ നമ്മുടെ വേസ്റ്റ് അടുത്ത വീട്ടിലത്തെ ആളുടെ വളപ്പിലേക്ക് ഇടുന്നു. അപ്പൊ വി ആർ ബിക്കമിങ് സെൽഫിഷ്. നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഇസ് നോട്ട് പ്രോപ്പർ. റോഡിലൊക്കെ വലിച്ചെറിയുന്നത്. അപ്പൊ അത് പാടില്ല. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യണം. കാരണം ഹെൽത്ത് പ്രശ്നം ഉണ്ടാവും, ബയോമെഡിക്കൽ ഇതുണ്ടാവും, പലതും ഉണ്ടാവും. ചിലപ്പോൾ ഒരു മിനിറ്റ് ഒരു കോട്ടൺ കൊണ്ട് ഒരു രക്തം തുടച്ചു വിചാരിക്കുക, എന്നിട്ട് അതുകൊണ്ട് റോഡ് കൊണ്ടിട്ട് വിചാരിക്കുക. ഈ രക്തം എന്തിന്റെ രക്തമാണെന്ന് അറിയാം. ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടായിരിക്കുക, ചിലപ്പോൾ TB ഉണ്ടായിരിക്കും, ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കാം. അത് നമ്മളെ റോഡിൽ കൊണ്ടിട്ട് ഇങ്ങനെ. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വേസ്റ്റഡ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യണം. പിന്നെ ക്ലൈമറ്റ് ആക്ഷൻ, കമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വളരെ ഇന്നവിറ്റബിൾ ആണ്. സൂക്ഷിക്കുക, പ്രിക്കോഷൻ എടുക്കുക, അതന്നെ. പിന്നെ ലൈഫ് ബിലോ വാട്ടർ, കൺസേർവ് ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഓഷ്യൻ, സമുദ്രം, സീ, മെറൈൻ, സമുദ്രത്തിന്റെ അടിയിലുള്ള ഫിഷ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതിനെല്ലാം നമ്മളെ കാത്തു സൂക്ഷിക്കണം. അല്ലാണ്ട് ഉള്ളത് മുഴുവൻ കോരിയെടുത്ത് അല്ല. ഇപ്പതാ പുതിയ കണ്ടു ഞാൻ ചില ഇതൊക്കെ കടലിന്റെ അടിയിലുള്ളത് മുഴുവൻ വാരിയെടുക്കാനുള്ള മെഷീനൊക്കെ. എന്നിട്ട് ഒരു മിനിറ്റ്, ഇന്ന് മുഴുവൻ വാരിയെടുത്ത് കയറിക്കുക, നാളെ ഈ ഫിഷർമാനെ എവിടെ പോവാ മീൻ പിടിക്കാൻ? അവര് മനസ്സിലായി, ഇന്ന് കുറെ കണ്ട് വിറ്റു, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എവിടെ പോകും? മീനുണ്ടാവും അവിടെ. അതല്ലേ ഓരോ സമയത്ത് ഈ ട്രോളിങ്ങുമാർക്ക് മത്സ്യം വളരാൻ വേണ്ടിയിട്ടല്ലേ ഇത്, അതല്ലേ അവരുടെ സമ്പത്ത്. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ നോക്കുക, നമ്മുടെ ഓഷ്യൻ കാത്തു സൂക്ഷിക്കണം. പ്ലാസ്റ്റിക്, ഇതൊന്നും ഓയിൽ ഇതൊന്നും ഇടരുത്. അത് ഓഷ്യനൊന്നും നമ്മളെ വാട്ടർ പൊല്യൂഷൻ പാടില്ല. കടല്, കാരണം ചിലപ്പോൾ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടോ മറ്റതിന് വേണ്ടിയിട്ടോ പലതും യൂസ് ചെയ്യുന്നുണ്ട് ഓഷ്യൻ. നമ്മുടെ ഷിപ്പ് ഇതിന്റെയൊക്കെ ഓയിൽ ഉണ്ടല്ലോ. പിന്നെ ലൈഫ് ഓൺ ലാൻഡ് പറയണ്ടല്ലോ. നമ്മുടെ ലാൻഡിൽ എങ്ങനെ ജീവിതം, പീസ്, ജസ്റ്റിസ് നിയമം, എല്ലാവർക്കും നിയമം ഈക്വൽ ആണ്. അത് നമ്മളെ കോടതി അത് എല്ലാവരും മനസ്സിലാക്കുക. കോടതിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഈ ജസ്റ്റിസ് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം എന്ന്. അതും കൂടി പൊതുവെ അങ്ങനെയാണ് സാധാരണ. എല്ലാവർക്കും എബവ് ലോ ആരും ഇല്ല. അങ്ങനെയാണ് സാധാരണ വേണ്ടത്, അങ്ങനെയാണ് ചെയ്യുന്നത്. കോടതികൾ വളരെയധികം വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾ, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ്. നോ SDG പാൻഡമിക് ഹിറ്റ്, നമ്മുടെ സിസ്റ്റം ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഇതിലെ ഗോൾസിലെ നമ്മുടെ കോവിഡ് സിറ്റുവേഷനിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് മൂവ് ചെയ്യുന്നു. മരുന്നുകൾ ഇത് ഓരോ സ്ഥലത്ത് മൂവ്മെന്റ് ഇതെല്ലാം റെസ്ട്രിക്ട് ചെയ്ത് എല്ലാവരുടെയും ഗോൾ ഒന്ന് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക കോവിഡിനെ. എല്ലാ രാഷ്ട്രങ്ങളും ഒരേമാതിരി സ്പെസിഫിക് എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. ടെക്നോളജി ആൻഡ് സയൻസ് ആർ മേക്കിംഗ് ന്യൂ ലീപ്സ് എവറി ഡേ. ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നു, ടെലികമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, എല്ലാം മെഡിസിൻ, എവറിഥിങ്, ഫാർമസ്യൂട്ടിക്കൽ എവറിഥിങ്. പ്രോപ്പർ ഭരണം അത്യാവശ്യമാണ്. ഫ്രോണ്ടിയർ, ടെക്നോളജിയുടെ ഫ്രോണ്ടിയർ ഫിക്സ് ചെയ്യണം. ഫിലോസഫി വസുദൈവ കുടുംബകം, ലോകം ഒന്ന്, വേൾഡ് ഈസ് വൺ, ലോകം ഒന്ന്. ആദ്യം നമ്മൾ നന്നാവുക, രാജ്യത്തിനെ നന്നാക്കുക, ലോകം നന്നാക്കുക. മനസ്സിലായില്ലേ? ലോകമേ തറവാട്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ്. റെക്കഗ്നൈസിംഗ് ദിസ്, ദ കൺട്രി ഹാസ് കോൺഷ്യസ്ലി അഡോപ്റ്റഡ് എ പാരഡിഗം ഷിഫ്റ്റ് ഫ്രം എ വോൾഡ് ഗവൺമെന്റ് ടു എ വോൾഡ് സൊസൈറ്റി. മനസ്സിലായില്ലേ? അപ്രോച്ച് ബൈ എൻഗേജിങ് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ എല്ലാവരും കൂടി പ്രവർത്തിച്ചാലാണ് ഇത് പറ്റൂ. യൂണിറ്റ് 5,
development, sustainability and climate change. കൺസെപ്റ്റ്സ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് കോമൺ എല്ലാവർക്കും ബാധകമായത്. അതായത് കൺസെപ്റ്റ്സ് ഓഫ്, ഇത് വലിയൊരു ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഇത് കേട്ടോ. അപ്പൊ ഇവിടെ പിന്നെ പറയുന്നത്, ഒരു മിനിറ്റ്, ഇത് ബ്ലോക്ക് 2 ആണ്, ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. യൂണിറ്റ് 5 കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺ. അതായത് അതായത് ലോകത്തിൽ എല്ലാവർക്കും അപ്ലിക്കബിൾ, എല്ലാം കാണുന്നതിന്. ക്ലൈമറ്റ് ചേഞ്ച് എല്ലായിടത്തും ഉണ്ടല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾക്ക് കാണാലോ, അമേരിക്കയിലെ കൊടുങ്കാറ്റ്, കാട്ടുതീ, ആമസോൺ, ഓരോ വിധത്തില് തന്നെ തീ പിടിക്കുക. അതേമാതിരി ഇത് മഞ്ഞ് ഇത് എന്താ പറയണ്ടേ, സോ മെനി ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന്റെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ഇത്. പിന്നെ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് എല്ലാവർക്കും ബാധകമായത്. ക്ലൈമറ്റ് ചേഞ്ച് ഗ്ലോബൽ പ്രോബ്ലം ഓഫ് കോമൺ, ട്രാജഡി ഉണ്ട്, ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യന്റെ പറ്റുന്ന സംഭവിക്കുന്ന കഥ, ഗ്ലോബൽ ഗവേണൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന്റെ പല ആക്ടുകളും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അനവധി ആക്ടുകളുടെ എൻവയോൺമെന്റിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇൻട്രൊഡക്ഷൻ, റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ഓൾ ഓവർ ദ വേൾഡ് ഹാസ് ലെഡ് ടു ദ മാസീവ് എക്സ്ട്രാക്ഷൻ ഓഫ് ദ, നമ്മളെ ഈ എക്കണോമിക് ഗ്രോത്ത് ആവുമ്പോഴേ ലോകത്തിലെ പോപ്പുലേഷനും കൂടി, അപ്പൊ നമ്മുടെ എക്കണോമിക് ഗ്രോത്തും കൂടി ആയപ്പോൾ ഉള്ള റിസോഴ്സസ് എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. കിട്ടുന്നത് മുഴുവൻ ഫൗണ്ട് ഇത്. നമുക്ക് പെട്രോളിയം പ്രോഡക്റ്റ് നമുക്ക് കുഴിച്ചെടുത്ത് പെട്രോളിയം എത്രത്തോളം കിട്ടും അല്ലേ. നമ്മുടെ കോലാർ ഗോൾഡ് മൈൻസിൽ കുഴിച്ച് അതിലൊന്നും ഗോൾഡൊന്നും ഇല്ലണ്ടേ, മനസ്സിലായില്ലേ. അങ്ങനെ കിട്ടുന്നത് ഇങ്ങോട്ട് പോരട്ടെ, മിനറൽസ് അതൊക്കെ എന്നിട്ട് ഇങ്ങോട്ട് വിറ്റ് കാശാക്കി നാളേക്ക് വേണ്ടി ഉപയോഗിക്കണോ എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. ഓക്കെ, ഇൻ ദ ഗ്ലോബൽ കോമൺ ഇതെല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ചിലയിടത്ത് മോണോപോളി. ഇൻ മെനി കേസസ് ദ എക്സ്ട്രാക്ഷൻ ഹാസ് ബീൻ ഹയർ ദാൻ, ചിലയിടത്ത് എക്സ്ട്രാക്ഷൻ ഹയർ ദാൻ ദി നാച്ചുറൽ, ആവശ്യമുള്ളതിൽ കൂടുതൽ. ഇപ്പൊ നോക്കോളൂ, നമ്മുടെ ടേക്ക് ദ എക്സാമ്പിൾ ഈ സ്വർണം, ചെറിയ ഉദാഹരണം ഞാൻ പറയുന്നു. സ്വർണം നമ്മുടെ ഹിന്ദു വിവാഹത്തില്, നമ്മുടെ പ്രത്യേകിച്ച് കേരളൈറ്റ്, you go to any temple, especially Guruvayur temple, you can see എത്ര സ്വർണ്ണാണ് മാരേജിന് ഉപയോഗിക്കുന്നത്. ഈസ് ഇറ്റ് നെസസറി? ഈസ് ഇറ്റ് വെദർ ഇറ്റ് ക്യാൻ ബി പ്രൊട്ടക്റ്റീവ് പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? അതോ നിങ്ങളെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ലോക്കറിൽ കൊണ്ട് നിക്ഷേപിക്കാനാണോ? പ്രൊഡക്റ്റീവ് പർപ്പസിനാണോ? കിലോ ആണപ്പോൾ പവനും പോയി എല്ലാം. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നറിയോ? എന്തോ ചെയ്തോട്ടെ, അച്ഛനും അമ്മയും കൊടുക്കുന്നതാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ can you imagine, I was in north when for their marriage maximum ഒരു ഗോൾഡ് ഇത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒറ്റന്ന്? You will be surprised, അവർ they are utilizing for ഭക്ഷണത്തിനും അതേമാതിരിയുള്ള മറ്റുള്ള കാര്യങ്ങൾ, അല്ലാതെ നോട്ട് ഫോർ ഗോൾഡ്. You will be surprised when I was in Chandigarh, എനിക്കൊരു റിങ് വാങ്ങണമായിരുന്നു, മനസ്സിലായില്ലേ. എനിക്ക് റിങ്, ഞാൻ ഉദാഹരണം പറയാണ്, ഒരു റിങ്, അതായത് നമുക്ക് വരില്ല, കാരണം ഉള്ളത് എൻ്റെ കയ്യിൽ നിന്ന് പോയി, കണ്ടോളൂ. ഒരു മോഡലുമില്ല, യാതൊന്നുമില്ല, വെറും ഒറ്റ ഒന്ന്. ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിലോ ഏതെല്ലാം ഡിസൈൻ ഉണ്ട്, എന്തെല്ലാം ഡിസൈൻ. ഇത് അന്ന് ഞാൻ മേടിച്ചതാണ്, അവിടുന്ന് കിട്ടിയത് അതേ കിട്ടിയുള്ളൂ. വേറെ ഒരു ചെയിനാച്ച വെറും പ്ലെയിൻ, വേറെ ഒന്നുമില്ല. അവർക്ക് അതേ ആവശ്യമുള്ളൂ, കാരണം അവര് കൂടുതൽ എത്രയോ പൈസ ഉള്ളവരാണ്, അവരിത് കാണിക്കില്ല. അപ്പൊ എന്താ പറഞ്ഞതറിയോ, നമ്മളെ ആവശ്യമില്ലാത്തതില്, അതായത് വേണ്ടാത്ത കാര്യം കൂടി നമ്മൾ ചെയ്യുന്നു ചില സമയത്ത്. ചിലപ്പോ അതാണ് ഇവിടെ പറയുന്നത്, വേണ്ട കാര്യങ്ങൾ ചെയ്യുക, വേണ്ടാത്ത എന്തിനായി 2 കിലോ 3 കിലോ 4 കിലോ 5 കിലോ ഒക്കെ തുറന്നു. അപ്പോ എന്നിട്ട് അവസാനം എവിടെ എത്തുന്നു അറിയാലോ നിങ്ങൾക്ക്. പരിപാടി സമാധാനമായ ലൈഫ് വളരെ കുറച്ച് പേർക്ക് ഉണ്ടാവും, ബാക്കി ഞാൻ പറയുന്നില്ല. പിന്നെ കുറ്റങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത്, മനസ്സിലായില്ലേ. എന്തുകൊണ്ടത്? ഒന്നുമില്ലെങ്കിൽ പണത്തിന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓരോരോ കാര്യങ്ങൾക്ക് അല്ലേ.
പണമാണ് മനുഷ്യനെ കൊല്ലുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതാണ് പ്രശ്നം. നമ്മളെ ആവശ്യമുള്ളതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. അതൊക്കെ സോ നാച്ചുറൽ കപ്പാസിറ്റി റീപ്ലനിഷ് ലീഡിങ് ടു ഫാസ്റ്റ് ഡിപ്ലീഷൻ. അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ചാൽ എല്ലായിടത്തും ജ്വല്ലറീസ് ആണ്. കംപ്ലീറ്റ് റോഡിലെ കംപ്ലീറ്റ് ജ്വല്ലറി. വൺ യുനോ എന്താ പറയണ്ടേ, റോഡ് മുഴുവൻ ഒരു തലയിൽ ആ തല വരെ ജ്വല്ലറി. കാരണം മാരേജ് സീസൺ ആണ്. എന്നിട്ട് പല പല സ്കീം അതെന്തൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ ആളുകളുണ്ട്. പിന്നെ ഗ്ലോബൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഹാസ് ഫെൽറ്റ് ദ അർജൻസി ഓഫ് കൺസേർവിംഗ് ദീസ് റിസോഴ്സ്, സം റിസോഴ്സ്. അതായത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് എന്താ വേണ്ട അറിയുക, നമ്മുടെ റിസോഴ്സസ് അത് നമ്മൾ കൺസേർവ് ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക, ആവശ്യമില്ലാത്ത ഉള്ള സമയത്ത് അത് വെക്കുക. അവിടെ സസ്റ്റൈനബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, നാളെ വളർന്നു വരുന്നൊരു തലമുറയില്ലേ, അതിനുവേണ്ടി. അടുത്ത ഇൻക്രീസ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ആൻഡ് എക്സസീവ് എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതായത് പിന്നെ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു, പീസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ. സോ increase and has resulted in climate change, which is considered to be one of the most serious threat in the world. Pollution ഏറ്റവും വലിയ ത്രെട്ട്, മനസ്സിലായോ? Climate change is often said to be the most prominent problem of global commons. ലോകത്തിൽ നടമാടുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ, അല്ലാണ്ട് ഒരു രാജ്യത്തിന് ഒരാളെ പറയാൻ പറ്റില്ല. ജനങ്ങളുടെ അതായത് ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാണ് പലതും ചെയ്യുന്നത്. കാടുകൾ വെട്ടിത്തെളിക്കുക, ലാൻഡിന് ഉറപ്പില്ലാതെ, മരം ഉണ്ടെങ്കിലല്ലേ, വേരുണ്ടെങ്കിലല്ലേ മണ്ണിന് തളർന്നു പോകുക. അങ്ങനെയൊക്കെ അതേമാതിരി പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻ, റേഡിയേഷൻസ്, ഇത് ആരുണ്ടാക്കുന്ന മാൻ മെയ്ഡ് പ്രോബ്ലംസ് ആണ്. സോ ഹൗ ടു മാനേജ് ഗ്ലോബൽ പ്രോബ്ലം? ഇത് ലോകത്തില് എല്ലായിടത്തും ഉള്ളതാണത്. അതല്ലേ നോർത്ത് കൊറിയ അപ്പം മിസൈൽ അയക്കും, മറ്റേതയക്കും, ആറ്റം ബോംബ് ഇടും, മറ്റേത് ഇടും. എന്തുകൊണ്ടാ പറയുന്നത് ഓരോന്ന്? എന്നിട്ട് എന്താ അതിന്റെ ഫലം എന്താണ്? അതുകൊണ്ട് ആലോചിച്ച് നോക്കൂ. പിന്നെ അടുത്ത് ഗ്ലോബൽ കോമൺ ഈസ് എൻ ആസ്പെക്ട് ഓഫ് മോർ ജനറിക് കൺസെപ്റ്റ് ഓഫ് കോമൺസ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് in the particular context of resources. Therefore, to understand the concept of global common, common അതിനെ പറ്റിയിട്ടാണ്. അറ്റ്മോസ്ഫിയർ, സ്പേസ്, അന്റാർട്ടിക്കയെ പറ്റിയിട്ടൊക്കെയാണ്. അതാണ് ക്ലൈമറ്റ് കണ്ടീഷൻ. ട്രാജഡി ഓഫ് ദ കോമൺ, അതിന്റെ പല ഇതും കൊണ്ട് വിഷമങ്ങൾ പിടിച്ച ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ ലോകത്തിന് തന്നെ പല പ്രശ്നങ്ങളുണ്ടാവും. ഗ്ലോബൽ കോമൺ, ദ അറ്റ്മോസ്ഫിയർ മോശമാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അറിയാലോ? ഔട്ട്സൈഡ് നാഷണൽ ജുറിഡിക്ഷൻ, നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. സംടൈം കൺസർവേഷൻ ഓഫ് ഗ്ലോബൽ കോമൺ, നമ്മൾ കൺസർവ് ചെയ്യണം. ഫൗണ്ട്, കോൺഫ്ലിക്റ്റ്, നാഷണൽ സോവറിജിനിറ്റി, നമ്മുടെ ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ റെഗുലേഷൻസ് ഒക്കെ വേണം ഇതൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓരോരോ ആക്ട് ഉണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. പൊല്യൂഷൻ ആക്ട്, അറ്റോമിക് എനർജി ആക്ട്, അത് പലതും ഉണ്ട്. അതെല്ലാം കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ഭൂമി എല്ലാം ശരിയാവും. പിന്നെ മോണിറ്ററിങ്, ഏറ്റവും നമ്മൾ ഇത് പറഞ്ഞാൽ മാത്രം പോരാ, അത് മോണിറ്റർ ചെയ്യണം. പിന്നെ കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് all reduction greenhouse gases emission seemingly small action program must be sensitive. ഓരോരോ പ്രോഗ്രാം വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ട്രസ്റ്റ് നമുക്ക് ആവശ്യം, ഓരോ രാജ്യങ്ങളായിട്ട് മറ്റുള്ളവരുടെ ട്രസ്റ്റാണ് വേണ്ടത്. പോളിസി, മൾട്ടിപ്പിൾ എഫക്ട്സ്, പല പോളിസീസും നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം, അത് നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമ്മളെ ഈ അനവധി പോളിസി ഉണ്ടെങ്കിൽ നമ്മളിത് ഫോളോ ചെയ്യില്ല. റിയൽ പോളിസി work at more than one level and we learn doing, since the future of the world is depend on the joint use of the എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ലോകം ഫ്യൂച്ചറിൽ ഏറ്റവും നന്നായിട്ട് നല്ല ലോകത്തിന് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റൂ. ഓരോരോ ജനങ്ങളുടെ ആരോഗ്യം, സുഖസൗകര്യങ്ങളും എല്ലാം ഒരു ഫ്രീഡമായിട്ട്, വളരെ സന്തോഷമായിട്ട്. അടുത്ത് ഹിസ്റ്റോറിക്കലി ലാക്ക് ഓഫ് എക്സസ് ഗ്ലോബൽ കോമൺ കെപ്റ്റ് ദ സേഫ് ഹ്യൂമൻ എൻക്രോച്ച്മെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള എൻക്രോച്ച്മെന്റും മറ്റേതൊക്കെ ഉണ്ടല്ലോ, ഇത് അവോയ്ഡ് ചെയ്യണം. ഹൗവർ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വളരെയധികം വരുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്ത് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. എക്കണോമി ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്, ഉണ്ടെങ്കിലും പ്രശ്നം. അൺസസ്റ്റൈനബിൾ യൂസ് നാച്ചുറൽ റിസോഴ്സസ്, അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെയാണ്. പിന്നെ ക്ലൈമറ്റ്,
പിന്നെ ഇതിനെ ക്ലൈമറ്റിനെ പറ്റിയിട്ടാണ് വേറൊന്ന്. ആ ക്ലൈമറ്റ് കണ്ടീഷനെ പറ്റിയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ ഈ ഗ്ലോബൽ ഗവേണൻസ്, അപ്പൊ ഓരോരോ നിയമങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. പിന്നെ UN ഗൈഡ് ലൈൻസും നമ്മൾ ഫോളോ ചെയ്യണം. അതേമാതിരി പൊതുവെ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടികളും മറ്റൊക്കെ ഉണ്ടല്ലോ, ഈ എൻവയോൺമെന്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്ലി വേ, ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിച്ച് പോയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും എല്ലാം ആവും. താങ്ക് യു വെരി മച്ച്.